എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിനുള്ള രഹസ്യം എന്ന ചാപ്റ്ററാണ്. ഞാൻ തുടർന്ന് വായിക്കാം. ജോൺ അസറഫ് ഇങ്ങനെ പറയുന്നു: വിഭവശേഷി കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതേ കാര്യം സാധിക്കാനുള്ള മറ്റു ഉപാധികൾ നമുക്ക് ലഭ്യമാകുന്നു. ബെലിസ് എണ്ണ പര്യവേക്ഷണ സംഘത്തിൻ്റെ അനുഭവകഥ വിഭവശേഷിയും ഉപാധികളും സൃഷ്ടിച്ചെടുക്കാനുള്ള മനുഷ്യ മനസ്സിൻ്റെ അപാരമായ കഴിവ് തെളിയിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ്. ഹ്യൂമനിസ്റ്റിക് ഫിസിയോളജി പരിശീലനത്തിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയ പ്രഗത്ഭനായ ഡോക്ടർ ടോണി ക്വിൻ ആയിരുന്നു ബെലിസ് നാച്ചുറൽ എനർജി ലിമിറ്റഡ് കമ്പനി ഡയറക്ടർമാർക്ക് പരിശീലനം നൽകിയിരുന്നത്. എണ്ണ ഉൽപ്പാദന രാജ്യം എന്ന നിലയിൽ ബെലിസ് ഒരു വൻ വിജയമാകുന്ന ചിത്രം അവരെല്ലാം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. ഡോക്ടർ ക്വിന്നിൻ്റെ മനഃശക്തി പരിശീലനത്തിലൂടെ ആ ചിത്രം യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന് അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. സ്പാനിഷ് ലുക്കൌട്ട് മേഖലയിൽ എണ്ണ കണ്ടെത്താനുള്ള ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങളുമായി അവർ സധൈര്യം മുന്നോട്ടു പോയി. ഒരൊറ്റ വർഷത്തിനകം അവരുടെ സ്വപ്നം സഫലമായി. 50-ലേറെ കമ്പനികൾ പരാജയപ്പെട്ട് പിൻവാങ്ങിയ സ്ഥലത്ത് ബെലിസ് നാച്ചുറൽ എനർജി കമ്പനിക്ക് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള എണ്ണയുടെ അളവറ്റ പ്രവാഹം കണ്ടെത്താൻ കഴിഞ്ഞു. ഒരു വിശിഷ്ട സംഘത്തിലെ അംഗങ്ങൾക്ക് അവരുടെ മനസ്സുകളുടെ അപരിമിതമായ ശക്തിയെക്കുറിച്ച് ഉണ്ടായിരുന്ന ഉറച്ച വിശ്വാസമാണ് ബെലിസിനെ ലോകത്തെ മികച്ച എണ്ണ ഉൽപ്പാദക രാഷ്ട്രമാക്കി മാറ്റിയത്. യാതൊന്നിനും പരിമിതിയില്ല. വിഭവശേഷിയോ ഉപാധികളോ മറ്റെന്തോ ആകട്ടെ, മനുഷ്യൻ്റെ മനസ്സിലാണ് പരിമിതി ഉണ്ടാവുന്നത്. പരിമിതിയില്ലാത്ത സൃഷ്ടിന്മുഖ ശക്തിയിലേക്ക് മനസ്സ് തുറന്നാൽ സമൃദ്ധി കണ്ടെത്താനും ഒരു നൂതന ലോകം അനുഭവിക്കാനും കഴിയും. ഡോക്ടർ ജോൺ ഡിമാർട്ടിനി പറയുന്നു: നമുക്ക് പോരായ്മകളുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് തുറന്ന വീക്ഷണത്തോടെ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കാണാൻ നാം തയ്യാറാകാത്തതുകൊണ്ടാണ്. ഡോക്ടർ ജോ വിറ്റാലെ ഇങ്ങനെ പറയുന്നു: നമുക്കറിയാം, ആളുകൾ ഹൃദയത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും തേടിപ്പോകുന്നത് ഒരേ കാര്യങ്ങളായിരിക്കില്ല, വ്യത്യസ്തങ്ങളായ കാര്യങ്ങളായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ബെൻസ് കാർ ആയിരിക്കില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരേ വ്യക്തിയെ ആയിരിക്കില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരേ അനുഭവങ്ങളായിരിക്കില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരേ തരം വസ്ത്രങ്ങളായിരിക്കില്ല. ശ്രേഷ്ഠമായ ഈ ഗ്രഹത്തിൽ സ്വന്തം ജീവിതത്തെ സൃഷ്ടിക്കാനുള്ള അതിശയകരമായ സിദ്ധിയോടെ നിങ്ങൾ വാഴുന്നു. ചിന്തിക്കുവാനുള്ള നിങ്ങളുടെ കഴിവിന് അതിരുകളില്ല. അതിനാൽ നിങ്ങൾക്ക് വേണ്ടതെന്തും സൃഷ്ടിക്കുവാനുള്ള കഴിവിനും അതിരുകളില്ല. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു കൊടുക്കാൻ നിങ്ങൾക്കാവില്ല. അവർക്ക് വേണ്ടി ചിന്തിക്കാനും ആവില്ല. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ. താങ്ക്